ഡിയോർ സവാഷ് ആൻഡ് ക്രീഡ് അവൻഡസ് ഈ 2 പെർഫ്യൂമിൻ്റെയും സമ്മിശ്രമാണ് അർമാഫ് ക്ലബ് ന്യൂഡ് അർബൻ എലിക്സർ. ഇന്നേ വരെ ഞാൻ ഈ പെർഫ്യൂം ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വർക്കൗട്ട് ആവും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ ബുക്ക് ചെയ്തത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ അർമാഫ് ക്ലബ് ന്യൂട്ടിൻ്റെ അതേ സെയിം ബോക്സ് തന്നെയാണ്. ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റെർലിംഗ് പെർഫ്യൂംസ് എന്ന് മാനുഫാക്ചർ ബൈ സ്റ്റെർലിംഗ് പെർഫ്യൂംസ്. മെയ്ഡ് ഇൻ UAE വെർഷനാണ്. 11914 ഇതാണ് ബാച്ച് കോഡ്. അർമാഫിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. നിങ്ങൾക്കത് കാണാം, അർമാഫിൻ്റെ. അപ്പം പൊട്ടിച്ച് നോക്കാം. ബ്ലൈൻഡ് ബൈ ആണ്. ചിലർ കമൻറ്റിൽ പറഞ്ഞിരുന്നത് ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂട് കാലാവസ്ഥയിൽ പ്രകാരമാണിത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. ഒരു പ്രത്യേക തരത്തിലുള്ള ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ബോക്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെ അർമാഫ് ക്ലബ് ന്യൂട്ട് പോലെ പൂർണ്ണമായും കറുപ്പ് നിറത്തിലുള്ളതല്ല. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ജ്യൂസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഇത് എത്ര ml ആണ്? 105 ml ആണെന്ന് തോന്നുന്നു. 105 ml, അതെ 105 ml ആണ്. ഇത്രയേ ഉള്ളൂ ബോട്ടിലിനെ കുറിച്ച് പറയാനും കാര്യങ്ങളൊക്കെ. ടിപ്പിക്കൽ ബോട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ബെർഗമോട്ട്, പിങ്ക് പെപ്പർ, ഓറഞ്ച് ബ്ലോസം, ജാസ്മിൻ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ലാവൻഡർ, എലമി, ജെറാനിയം, വെട്ടുവർ, സഫ്രോൺ, മാരിഗോൾഡ്. ബേസ് നോട്ടിൽ വരുമ്പോൾ ആംബ്രോക്സൻ, ആംബർ, സീറാർ, പച്ചോളി, ലബ്ഡൻ. അതായത് ഡിയോർ സവാഷിൻ്റെയും ക്രീഡ് അവൻഡസിൻ്റെയും ഒരുവിധ നോട്ടുകളൊക്കെ ഇതിലും ചേർത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. ആദ്യം ഓപ്പണിങ്ങിൽ വന്നത് ക്രീഡ് അവൻഡസിൻ്റെ ഒരു നോട്ടാണ്. ക്രീഡ് അവൻഡസിൻ്റെയും ഡിയോർ സവാഷിൻ്റെയും മണം തന്നെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ആംബ്രോക്സിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൽ ആ ഒരു ബ്ലാസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. ഡിയോർ സവാഷിലൊക്കെ ഉണ്ട് ആംബ്രോക്സിൻ്റെ ഒരു കണ്ടന്റ്, ഒരു വല്ലാത്തൊരു തരം ബൂസ്റ്റാണ് ഈ ആംബ്രോക്സൻ ഉള്ളതുകൊണ്ട് കിട്ടുന്നത്. ആ ആംബ്രോക്സിൻ്റെ ഒരു വിവിഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ് നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ കിട്ടും. സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ആംബ്രോക്സിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. ഡിയോർ സവാഷിൻ്റെ ഒരു മണമായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ്, ഞാൻ വിശദമായിട്ടുള്ള ഒരു റിവ്യൂ ഞാനിത് ട്രൈ ചെയ്ത് പുറത്ത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം, കോംപ്ലിമെൻറ്റ് ഫാക്ടർ എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നു, പ്രൊജക്ഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ വിശദീകരിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് യൂസ് ചെയ്തു. ഏകദേശം ഒരു 5 ml യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം, ഒന്നാമത് ഇതിൻ്റെ മണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിയോർ സവാഷും ക്രീഡ് അവൻഡസിൻ്റെയും രണ്ടിൻ്റെയും മിശ്രിതമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ നമുക്ക് ഒരേ സമയം ഡിയോർ സവാഷിൻ്റെ മണവും കിട്ടും, ക്രീഡ് അവൻഡസിൻ്റെ മണവും ഉണ്ടാവും. അതായത് ക്രീഡ് അവൻഡസിൻ്റെ പുറത്ത് ഡിയോർ സവാഷ് അപ്ലൈ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഡിയോർ സവാഷിൻ്റെ പുറത്ത് ക്രീഡ് അവൻഡസ് അപ്ലൈ ചെയ്യുന്ന പോലെയുള്ള മണമാണ് പുറത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോങ്ജിവിറ്റി, പെർഫോമൻസ്, മണത്തെക്കുറിച്ച് ഞാൻ കൂടുതലും പറയുന്നില്ല. ഈ 2 മണം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഡിയോർ സവാഷും ക്രീഡ് അവൻഡസിൻ്റെയും മണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ 2 അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല. ഇതിൻ്റെ ആംബ്രോക്സൻ കുറച്ചുകൂടി ഹെവിയാണെന്ന് തോന്നി. അപ്പോൾ ആംബ്രോക്സിൻ്റെ നോട്ടിനോട് താല്പര്യമില്ലാത്തവർക്ക് ഇത് അത്ര വർക്കൗട്ട് ആവത്തില്ല. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി ഒരു 6 മണിക്കൂർ അടുപ്പിച്ച് ലോങ്ജിവിറ്റി കിട്ടി. പ്രൊജക്ഷനാണ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം. പ്രൊജക്ഷൻ അപാര പ്രൊജക്ഷനാണ്. നമുക്ക് ഒരാൾ ഇത് അടിച്ചിട്ട് പോകുമ്പോൾ അയാൾ പോയ സ്ഥലം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് അടിച്ചു, എത്ര ദൂരം പോയെന്ന് അറിയാൻ പറ്റും. ആ രീതിയിൽ ഒരു സെൻ ട്രയൽ ഇതിന് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ഷൻ വളരെ കൂടുതലാണ്. കുറേ നേരം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ നേരം പ്രൊജക്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുറിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മുറിയിൽ വന്നാൽ ആ മണം ഉണ്ടാവും. മണം അവിടെ നിന്ന് ഫേഡാവുന്നില്ല, മണം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും നല്ല രീതിയിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കേഷൻ, ഇപ്പോൾ ക്രീഡ് അവൻഡസും ഡിയോർ സവാഷും ഈ 2 പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനി വെതർ, എനി സീസൺ, എനി ഒക്കേഷൻ, ഏത് കാലാവസ്ഥയിലും ഏത് പരിപാടിക്കും
ഏത് സാഹചര്യത്തിൽ അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പെർഫ്യൂമും ചേർന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് ഒക്കേഷനൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാം. ഏത് പരിപാടിക്കും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ തണുപ്പെന്നോ, ചൂടെന്നോ, വെയിലെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അടിക്കാം. ഇപ്പം ഇത് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 സ്പ്രേ അതിനപ്പുറത്തേക്ക് അടിക്കാൻ പാടില്ല. ഒരു 6 സ്പ്രേ മതി. വീട്ടിനുള്ളിൽ തന്നെ സ്പ്രേ അടിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു 4 5 സ്പ്രേ മതിയാവും. ഇനി പുറത്ത് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ട് എങ്കിൽ 12 സ്പ്രേ. ഇത്രയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 12 സ്പ്രേ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രയിലുണ്ടാവും. ആൾക്കാർ നോട്ടീസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ആംബ്രോക്സിൻ കൂടുതലുള്ളത് കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് എല്ലാ നോട്ടും എടുത്ത് കാണിക്കും. ഓരോ നോട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊജക്ഷൻ കുറച്ചും കൂടി ഈ കുറേ ഏരിയ കവർ ചെയ്യും. അതാണ് ആംബ്രോക്സിനുള്ളതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് 10 12 തവണ അടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ നന്നായിട്ട് നോട്ടീസ് ചെയ്യും. അപ്പോൾ കോംപ്ലിമെൻ്റ് കിട്ടുന്ന ഒരു DNA ആണ് ഇത്. ഇതിൻ്റെ പോസിറ്റീവ് വശം പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് അങ്ങനെ ഏത് പ്രായക്കാർക്കും ഒന്നുമില്ല. ഏത് ആൾക്കാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കോളേജിലാണെങ്കിൽ, ഓഫീസിലാണെങ്കിൽ, കല്യാണം, പാർട്ടി അങ്ങനെ ഏത് സ്ഥലത്തും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർഫ്യൂം വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3000 രൂപയിൽ താഴെ വരുന്ന ഒരു പെർഫ്യൂം വേണം. എല്ലാ പരിപാടിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അധികം ബഡ്ജറ്റൊന്നുമില്ല. നല്ലപോലെ ലാസ്റ്റ് ചെയ്യണം. പ്രൊജക്ഷൻ വേണം. ആൾക്കാർ നോട്ടീസ് ചെയ്യണം. ഇത്രയുമാണ് നിങ്ങളുടെ ഡിമാൻഡെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് വർത്താണ്. കാരണം ഡിയോർ സവാഷിൻ്റെയും ക്രീഡ് അവൻറ്റസിൻ്റെയും ചേരുമ്പോഴുള്ളൊരു മണമാണ്. അപ്പോൾ ഈ 2 പെർഫ്യൂം വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങാം. ഏകദേശം 2800 അടുപ്പിച്ചാണ് ഇതിൻ്റെ വില വരുന്നത്. അർമാഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ 105 ml ഉണ്ട്. പിന്നെ ഒരൊറ്റ പ്രശ്നമുണ്ട്, അല്പം സിന്തറ്റിക്കാണ്. അതൊഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിന്തറ്റിക്കുള്ള ഫാക്ടർ കാരണമാണ് ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പെർഫോമൻസ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ചൂടിനൊക്കെ ഇത് നല്ലൊരു ആശ്വാസമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ അർമാഫിൻ്റെ സൈറ്റിലുണ്ട്, വാങ്ങുക. ആരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അഭിപ്രായം പറയുക. ഈ ചൂടത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇന്നോഫെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ലാക്കോസ്റ്റയുടെ ഈ ഒരു പെർഫ്യൂം. ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ്.